എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും യു.എസ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും പുറത്തുകൊണ്ടുവന്ന അദാനി ജഗൻമോഹൻ അഴിമതി ഡീൽ എന്ന് പരിശോധിക്കാം. സോളാർ കരാറുകൾ ലഭിക്കുന്നതിന് കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്നതിനായി 2021 ഓഗസ്റ്റിൽ ഗൗതം അദാനി നേരിട്ട് കണ്ട ആന്ധ്രാപ്രദേശിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെക്കുറിച്ച് പേര് വ്യക്തമാക്കാതെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് കുറ്റപത്രത്തിൽ പറഞ്ഞത്. എന്നാൽ യു.എസ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സമർപ്പിച്ച പരാതിയിൽ ആ ഉദ്യോഗസ്ഥൻ മറ്റാരുമല്ല, അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ.എസ്. ജഗൻമോഹൻ റെഡ്ഡിയാണെന്ന് വെളിപ്പെടുന്നു. 2021 ഓഗസ്റ്റിൽ ഗൗതം അദാനിയും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗ്മോഹൻ റെഡ്ഡിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആന്ധ്രാപ്രദേശ് സർക്കാർ SECയിൽ നിന്ന് 7 ഗിഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവയ്ക്കുന്നു. തുടർന്ന് SECI ഈ വൈദ്യുതി അദാനി ഗ്രീനുമായിട്ടും അസൂർ പവറുമായിട്ടും വാങ്ങുന്നതിനുള്ള കരാറിലും ഏർപ്പെടുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ SECI 2019-2020 വർഷങ്ങളിൽ 12 ഗിഗാവാട്ട് സൗരോർജ്ജ വൈദ്യുതി നിശ്ചിത വിലയ്ക്ക് വിതരണം ചെയ്യുന്നതിനായി അദാനി ഗ്രൂപ്പിനും അസൂർ പവറിനും ടെൻഡറുകൾ നൽകുന്നു. SECI ആകട്ടെ ആ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തയ്യാറുള്ള സംസ്ഥാന പവർ കമ്പനികളെ കണ്ടെത്തേണ്ടതുണ്ട്. US അന്വേഷകരുടെ അഭിപ്രായത്തിൽ ഉയർന്ന വില കാരണം വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറായില്ല. ഇവിടെയാണ് അദാനി സംസ്ഥാന സർക്കാരുകൾക്ക് വലിയ തുക വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ കരാറുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം നടത്താൻ തുടങ്ങിയത്. 2021 ഓഗസ്റ്റിലെ മീറ്റിംഗിനെ പരാമർശിച്ച് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ പരാതിയിൽ പറയുന്നത്, ഈ മീറ്റിംഗിൽ അല്ലെങ്കിൽ ആ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഗൗതം അദാനി ആന്ധ്രാപ്രദേശ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകുകയോ വാഗ്ദാനം ചെയ്യുകയോ ചെയ്തുകൊണ്ടാണ് 7000 മെഗാവാട്ട് പവർ കപ്പാസിറ്റി വാങ്ങുന്നതിനായി SECയുമായിട്ട് കരാറിൽ ഏർപ്പെടാൻ ആന്ധ്ര സർക്കാരിൽ നിന്നുള്ള അനുമതി വാങ്ങിച്ചെടുത്തത്. അദാനി ഗ്രീനിന്റെ ഉദ്യോഗസ്ഥരും അസ്യൂറിന്റെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ വ്യക്തമാക്കുന്നത് ഏകദേശം $200 മില്യൺ അഴിമതിയാണ് നടന്നത് എന്നാണ്. US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ പറയുന്നതനുസരിച്ച് 1 മെഗാവാട്ടിന് 25 ലക്ഷം രൂപയാണ് കൈക്കൂലി വാഗ്ദാനം ചെയ്തത്. ഇത് മൊത്തം 1750 കോടി രൂപയോളം വരും. മാധ്യമങ്ങൾ ജഗ്മോഹൻ റെഡ്ഡിയുടെ ഓഫീസിനോട് അഭിപ്രായം ആരാഞ്ഞപ്പോൾ കുറ്റപത്രത്തിൽ ജഗ്മോഹന്റെ പേരില്ലെന്നാണ് ഓഫീസ് ആദ്യം പറഞ്ഞത്. പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ മറുപടി പിന്നീട് നൽകാമെന്നാണ് ഓഫീസ് അറിയിച്ചത്. എന്തായിരുന്നു ആന്ധ്രയുമായി ഉണ്ടാക്കിയ വൈദ്യുതി കരാർ? ആന്ധ്രാപ്രദേശിലെ 3 സർക്കാർ വൈദ്യുതി ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും SECയും തമ്മിൽ 2021 ഡിസംബർ 1 ഒരു പവർ സപ്ലൈ എഗ്രീമെന്റ് ഒപ്പുവയ്ക്കുന്നു. 7000 മെഗാവാട്ട് സൗരോർജ്ജ വൈദ്യുതി ഈ ഡിസ്കോമുകൾക്ക് 3 ഘട്ടങ്ങളിലായി SECI നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. 2024 3000 മെഗാവാട്ട്, 2025 3000 മെഗാവാട്ട്, 2026 1000 മെഗാവാട്ട് എന്നിങ്ങനെയായിരുന്നു ആ കരാറിൽ പറഞ്ഞത്. സംസ്ഥാനത്തെ 18 ലക്ഷം കർഷകർക്ക് പ്രതിദിനം 9 മണിക്കൂർ സൗജന്യ വൈദ്യുതി വിതരണം ചെയ്യുന്നതിനായിട്ടാണ് ഈ പദ്ധതി എന്നാണ് സർക്കാർ അറിയിച്ചത്. ആന്ധ്രാപ്രദേശ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അസ്യൂറിന് പകരം അദാനി എനർജിയുമായിട്ട് PSA മാറ്റി നൽകിയതിൽ അവിടുത്തെ CPI നേതാവ് K. രാമകൃഷ്ണ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയോടെയാണ് ഈ വിഷയം മാധ്യമ ശ്രദ്ധയിലേക്കും പൊതുജനങ്ങളിലേക്കും എത്താൻ തുടങ്ങിയത്. പ്രാരംഭ കരാർ പ്രകാരം മൊത്തം വൈദ്യുതിയുടെ 2/3 ഭാഗവും 4667 മെഗാവാട്ട് അദാനി റിന്യൂവബിൾ എനർജിയിൽ നിന്നും 1/3 2333 മെഗാവാട്ട് അസൂർ പവറിൽ നിന്നും SECI സംഭരിക്കുകയും തുടർന്ന് ആന്ധ്രാപ്രദേശ് ഡിസ്കോമുകൾക്ക് വിതരണം ചെയ്യാനുമായിരുന്നു തീരുമാനം. ഇതിന് ആന്ധ്രാപ്രദേശിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി തുകയായി 1750 കോടി രൂപ നൽകാനായിരുന്നു അദാനി എനർജിയും അസൂറും തമ്മിൽ ധാരണയായത്. കൈക്കൂലി തുക ആനുപാതികമായി വിഭജിക്കാനുമായിരുന്നു തമ്മിലുള്ള ഇന്റേണൽ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇങ്ങനെ വരുന്ന കൈക്കൂലി തുകയുടെ വിഹിതം അദാനി എനർജിക്ക് അസൂർ പവർ 583 കോടി രൂപ നൽകണമായിരുന്നു. ഇതിന് പകരമായി SECയുമായിട്ടുണ്ടാക്കിയ കരാറിൽ നിന്നും അസൂറിന്റെ 583 കോടി രൂപയുടെ കരാർ മറിച്ച് അദാനി എനർജിക്ക് നൽകുകയാണുണ്ടായത്. 2022 ഏപ്രിലിൽ ആന്ധ്ര സോളാർ പവർ കരാർ ഒപ്പുവെച്ച് ഏകദേശം 5 മാസത്തിന് ശേഷം ഗൗതം അദാനി, വിനീത് എസ് ജെയിൻ, രഞ്ജിത്ത് ഗുപ്ത കൂടാതെ അസൂർ പവറിന്റെ മറ്റൊരു ഇന്ത്യൻ എക്സിക്യൂട്ടീവും ഈ കൈക്കൂലി പദ്ധതി ചർച്ച ചെയ്യാൻ ഡൽഹിയിൽ യോഗം ചേർന്നതായിട്ട് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു. അസൂർ പവർ അദാനി ഗ്രീൻ എനർജിക്ക് കൈക്കൂലിയുടെ വിഹിതം നൽകാനുള്ള തുകയുടെ ഒരു ഡോക്യുമെന്റ് വിനീത് ജെയിൻ തന്റെ ഫോണിൽ പകർത്തിയതായും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നു. എന്നാൽ സ്കെഡ്യൂൾ ചെയ്ത യോഗത്തിന് ശേഷം രഞ്ജിത്ത് ഗുപ്തയെ അസൂറിന്റെ CEO സ്ഥാനത്ത് നിന്ന് മാറ്റുകയും കമ്പനിയുടെ അന്നത്തെ ചീഫ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഓഫീസറായിട്ടുള്ള രൂപേഷ് അഗർവാളിന് പുതിയ ചാർജ് നൽകുകയും ചെയ്യുന്നു. ഗൗതം അദാനിയും കൂട്ടാളികളുമായിട്ട് 2022 ഏപ്രിൽ 29 അഹമ്മദാബാദിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതായി ആരോപിക്കപ്പെടുന്നു.
ഗൗതം അദാനി മുഴുവൻ കൈക്കൂലി പദ്ധതിയും രൂപേഷിനോട് ഈ യോഗത്തിൽ വിശദീകരിച്ചെന്നാണ് റിപ്പോർട്ട്. കൈക്കൂലിയുടെ വിഹിതം മറച്ചുവെക്കാൻ അസൂറിന് ആന്ധ്രയ്ക്ക് വേണ്ടിയുള്ള 2333 മെഗാവാട്ടിന്റെ PSAകൾ അദാനി ഗ്രീൻ എനർജിക്ക് കൈമാറാമെന്നും ഇവർ തമ്മിൽ ധാരണയാവുന്നു. ഈ അഴിമതിക്കായിട്ട് ഏത് പേയ്മെന്റ് ഓപ്ഷനാണ് മികച്ചതെന്ന് നിർണ്ണയിക്കാൻ എക്സൽ പവർ പോയിന്റ് രേഖകൾ പോലും രൂപേഷ് തയ്യാറാക്കിയതായി റിപ്പോർട്ട് ആരോപിക്കുന്നു. ആന്ധ്രയുമായി ബന്ധപ്പെട്ട 2033 മെഗാവാട്ട് PSAകൾ അദാനി ഗ്രീൻ എനർജിക്ക് കൈമാറുക എന്നതായിരുന്നു ഒരു ഓപ്ഷൻ. PSAകൾ കൈമാറുന്നതിന് ആവശ്യമായ SEC അനുമതികൾ താൻ കൈകാര്യം ചെയ്തുകൊള്ളാമെന്ന് ഗൗതം അദാനിയും ഉറപ്പു നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കായി 650 മെഗാവാട്ട് കരാർ അസൂറുമായി തുടരാനും ഈ യോഗത്തിൽ ധാരണയാവുന്നു. എന്നാൽ 2.3 ഗിഗാവാട്ട് കരാർ അദാനി എനർജിക്ക് കൈമാറുന്നതിന് അസൂറിന്റെ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ അനുമതി ആവശ്യമായിരുന്നു. രൂപേഷും കനേഡിയൻ നിക്ഷേപകരായിട്ടുള്ള CPDQവും അവരുടെ എക്സിക്യൂട്ടീവുകളുമായിട്ട് ഉണ്ടാക്കിയ ധാരണ പ്രകാരം ബോർഡ് മീറ്റിംഗിൽ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വ്യവഹാരങ്ങളും സാമ്പത്തിക തകർച്ചയും കാരണം അസൂർ 2.3 ഗിഗാവാട്ടിന്റെ PSAകൾ SCCAക്ക് തിരികെ നൽകണമെന്ന ആവശ്യം CPDQ ഉന്നയിക്കുന്നു. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പറയുന്നതനുസരിച്ച് അദാനി എനർജിയുടെ കൈക്കൂലി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടാണ് പണം നൽകുന്നതിന് പകരമായി ഈ കരാറുകൾ മറിച്ച് നൽകിക്കൊണ്ട് ഉള്ള തീരുമാനം എടുക്കാനായിട്ട് അസൂറിനെ പ്രേരിപ്പിച്ചതെന്നാണ്. 2024 മാർച്ച് 18-ന് SCCA അസൂറുമായിട്ടുണ്ടാക്കിയ 2.3 ഗിഗാവാട്ടിന്റെ പവർ പർച്ചേസ് എഗ്രിമെന്റ് ഔദ്യോഗികമായി അവസാനിപ്പിക്കുന്നു. ഇതിന് പകരമായിട്ട് ഈ കരാർ അദാനി റിന്യൂവബിൾ എനർജിക്ക് എക്സിക്യൂട്ട് ചെയ്ത് നൽകുന്നു. ഈ കേസ് കേവലം ഒരു അഴിമതി മാത്രമല്ല, ഇന്ത്യയിലെ റിന്യൂവബിൾ എനർജിയുടെ ഭാവി എന്താണെന്നുള്ളതിൽ വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവവികാസമാണ്. ഇത്തരത്തിലുള്ള പൊതുനയം രൂപപ്പെടുത്തുന്നതിൽ കോർപ്പറേറ്റ് സ്വാധീനത്തിന്റെ പങ്കിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചൂടിയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.